കാറ്റത്ത് കിളിക്കൂടിന്റെ അടുത്ത എപ്പിസോഡിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയ നിധിയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് 5 ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ താമസിക്കുന്ന അഞ്ജലി എന്ന് വിളിച്ച് അഖിലും കൂട്ടരും പരസ്യമായി അപമാനിക്കുകയാ. സങ്കടം സഹിക്കാനാവാതെ നിധിയും തിരികെ കിളിക്കൂട്ടിലേക്ക് എത്തുകയാ. ഓഫീസിൽ പോവാതെ തിരികെ എത്തി സങ്കടത്തോടെ ഇരിക്കുന്ന നിധിയോട് സുധീഷും കൂട്ടരും കാര്യം എന്താണെന്ന് അന്വേഷിക്കുകയാ. തന്നെ റോഡിൽ വെച്ച് പരസ്യമായി അഖിൽ അപമാനിച്ചത് നിധി പറയുമ്പോഴേക്കും സുധീഷിനും ദേഷ്യം ഇരച്ചു കയറുകയാ. അപ്പോൾ തന്നെ അത് ചോദിക്കാനായി അവർ നിധിയെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാ. കൂടെ വരാനായി തുടങ്ങുന്ന നികേഷിനോട് സുഭാഷേട്ടൻ വരണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും താൻ ചെറിയ പയ്യനല്ലെന്നും മുമ്പും ഏട്ടത്തിയുടെ കൂടെ താൻ പോകുമ്പോൾ അഖിൽ ഇതുപോലെ അപമാനിച്ചിട്ടുണ്ടെന്നും ഏട്ടത്തി പറയാൻ സമ്മതിക്കാത്തത് കൊണ്ടാണെന്നും അഖിൽ പറയുന്നുണ്ട്. ഇതൊന്നും പറയാതിരിക്കേണ്ട കാര്യങ്ങളല്ലെന്നും അന്നേ അതിനുത്തരം കൊടുക്കാമായിരുന്നുവെന്ന് സുഭാഷേട്ടനും പറയുന്നുണ്ട്. അത് കേൾക്കെ നികേഷിനെയും കൂടി വിളിച്ച് നിധിയെയും കൂട്ടി കവലയിലേക്ക് തിരിക്കുക സുധീഷ്. അവർ കവലയിലെത്തുമ്പോഴും അവിടെ കൂട്ടുകാരുമായി സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുകയായിരുന്നു അഖിൽ. ദേഷ്യത്തോടെ അഖിലിനെയും കൂട്ടരെയും നോക്കി ആരാ നിന്നെ അപമാനിച്ചതെന്ന് ചോദിക്കുക സുധീഷ് നിധിയോട്. നിധി അഖിലിന് നേരെ ചൂണ്ടി ഇവനാണ് എന്നെ അഞ്ജലി എന്ന് വിളിച്ച് കളിയാക്കിയതെന്നും കൂടെയുള്ളവർ പരിഹസിച്ച് ചിരിച്ചെന്നും പറയുകയാ. അതേടാ, ഞാൻ തന്നെ അവളെ അഞ്ജലി എന്ന് വിളിച്ച് കളിയാക്കിയത്. നീ എന്തു ചെയ്യുമെടാന്ന് അഖിൽ ചോദിക്കുമ്പോഴേക്കും അവന്റെ കാരണത്ത് സുധീഷിന്റെ കൈ പതിഞ്ഞിരുന്നു. 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന പെണ്ണിനെ അഞ്ജലി എന്നല്ലാതെ വേറെ എന്ത് വിളിക്കണമെന്ന് അഖിൽ ചോദിക്കുന്നത് കേൾക്കെ അഖിലിന്റെ കൂട്ടുകാരും അവനെ സപ്പോർട്ട് ചെയ്ത് പരിഹസിച്ച് ചിരിക്കുകയാ. അത് കേട്ട് സഹിക്കാനാവാതെ ദേഷ്യത്തോടെ സുഭാഷ് അഖിലിനെ ആഞ്ഞു ചവിട്ടുകയാ. അപ്പോഴേക്കും അഖിലിന്റെ കൂട്ടുകാരൻ സുഭാഷേട്ടനെ പിടിച്ച് തള്ളുന്നുണ്ട്. സുഭാഷം ബാലൻസ് ചെയ്ത് നിന്ന് അവന്റെ കയ്യിൽ പിടിച്ചു തിരിച്ച് അവനെ തല്ലി ചതയ്ക്കുകയാ. അങ്ങനെ അവർ 3 പേരും കൂടി അവരെ തല്ലി ചതയ്ക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന ഹരീഷും അവരുടെ കൂടെ കൂടുകയാ. നാട്ടുകാരും ചുറ്റിനും കൂടുന്നുണ്ട്. സുധീഷ് നിധിയുടെ മുന്നിലിട്ട് അഖിലിനെ തല്ലി ചതയ്ക്കുമ്പോഴേക്കും അവളും വിളിച്ചു പറയുന്നുണ്ട്, അടിച്ചവന്റെ പല്ല് കൊഴിക്ക്. ഇനി ഒരു പെണ്ണിനെയും ഇവനിങ്ങനെ പരസ്യമായി അപമാനിക്കരുതെന്ന്. ഇനി നീ നിധിയോട് ഇങ്ങനെ പറയോ എന്ന് ചോദിച്ച് സുധീഷ് അവനെ തല്ലി ചതയ്ക്കുമ്പോഴേക്കും പറയില്ലെന്നവൻ കിതപ്പോടെ പറയുമ്പോഴേക്കും നിധിയോട് സോറി പറയാനായി സുധീഷ് ആവശ്യപ്പെടുകയാണ്. ഹരീഷും അങ്ങോട്ട് വന്ന് അവനെ തല്ലി ചതച്ചുകൊണ്ട് ഇനി ഏട്ടത്തിയെ ഇങ്ങനെ അപമാനിച്ചാൽ നിന്നെ കൊന്നു കളയും ഞാൻ എന്നൊക്കെ പറഞ്ഞവൻ തല്ലുമ്പോഴേക്കും പുറത്തിറങ്ങുന്ന ഒരു പെണ്ണിനെയും ഇനി ഇതുപോലെ പരിഹസിച്ച് അപമാനിക്കരുതെന്ന് പറഞ്ഞ് സുഭാഷും അവന്റെ കൂട്ടുകാരെ നല്ലതുപോലെ പെരുമാറുന്നുണ്ട്. അപ്പോഴാണ് സൈക്കിളിൽ അങ്ങോട്ട് വന്ന അച്ഛനും അതെല്ലാം കണ്ട് നിധിയോടായി എന്താ മോളെ എന്താ കാര്യമെന്ന് ചോദിക്കുന്നത്. നാട്ടുകാരുടെ മുന്നിൽ അഞ്ജലി എന്ന് വിളിച്ച് പരിഹസിച്ച് ചിരിച്ച് അപമാനിച്ചുവെന്നും അതറിഞ്ഞ ഇവർ ഇങ്ങോട്ട് വന്നതാണെന്നും നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ കൂടി നിൽക്കുന്ന നാട്ടുകാരോടായി ഭാസ്കരനും ചോദിക്കുന്നുണ്ട്, ഒരു പെണ്ണിനെ പരസ്യമായി അപമാനിക്കുമ്പോൾ കണ്ടുകൊണ്ട് നിന്നോ? അത് കണ്ട് കൂടെ ചിരിക്കാൻ നിൽക്കുന്നു. നിങ്ങളൊക്കെ ഇനി എന്ന് ശരിയാവാനാ എന്ന് ചോദിച്ച് അവിടുന്ന് കല്ല് പെറുക്കിയെടുത്ത് അവരെ എറിഞ്ഞോടിക്കുക ഭാസ്കരൻ. അഖിലും ഫ്രണ്ട്സും അവിടെ നിന്ന് ഓടിപ്പോവുകയാ. അഖിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടുമ്പോഴേക്കും എന്താടാ നോക്കുന്നേ, കൊന്നു കളയും നിന്നെ ഞാൻ എന്ന് അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട്. അവന്റെ ആ പോക്കു കണ്ട് നിധി സന്തോഷത്തോടെ നിൽക്കുമ്പോഴേക്കും അഖിൽ വീണ്ടും തിരിഞ്ഞു നോക്കുകയാ. കൊന്നു കളയും നിന്നെ ഞാനെന്ന് സുധീഷും അവനു നേരെ വിരൽ ചൂണ്ടി പറയുകയാ. അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന നീതുവിനെ അമ്മ വഴക്കു പറയുകയാ. ചുമ്മാ വഴക്കുണ്ടാക്കാൻ വരുന്നോ, ടിവിയും കാണാൻ പാടില്ലേ എന്ന് നീതു ചോദിക്കുമ്പോഴാണ് ആകെ അവശനായി അഖിൽ അങ്ങോട്ട് കയറി വരുന്നത്. അവനെ കണ്ട് പരിഭ്രമത്തോടെ അവനെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു കസേരയിലേക്ക് ഇരുത്തുകയാ അച്ഛനും അമ്മയും. നീതുവിനോടമ്മ വെള്ളം എടുത്തു കൊണ്ടുവരാനായി പറയുമ്പോഴേക്കും അവൾ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാ. നീതു വെള്ളവുമായി വരുമ്പോഴേക്കും അമ്മ അത് വാങ്ങി അവന് കുടിക്കാൻ കൊടുക്കുകയാ. എന്തു പറ്റിയെന്ന് ചോദിച്ച് ബൈക്കിൽ നിന്ന് വീണതാണെന്ന് കരുതി അമ്മ അവനെ വഴക്കു പറയുകയാ. നമുക്ക് ആശുപത്രിയിൽ പോവാം വാ എന്ന് പറഞ്ഞ് അച്ഛൻ വിളിക്കേ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് ഞാൻ പറഞ്ഞോ എന്നെങ്കിലും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അമ്മയോട്. പിന്നെ എന്തു പറ്റിയെന്ന് അച്ഛൻ ചോദിക്കേ എല്ലാം ഇവൾ കാരണമാ ഉണ്ടായത്. ഇവൾ സ്നേഹിക്കുന്ന ആ തെണ്ടിയില്ലേ, അവനും അവന്റെ ചേട്ടന്മാരും കൂടിയാ എന്നെ തല്ലിയതെന്ന് അഖിൽ പറയുന്നുണ്ട്. അത് കേട്ട് നീതുവും ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയാതെ അവരെന്തിനാ ചേട്ടനെ വന്ന് അടിക്കുന്നത്, വേറെ എവിടെന്നെങ്കിലും അടി വാങ്ങിച്ചു വന്നിട്ട് അവരുടെ മേലെ പഴിച്ചായിരുന്നോ എന്ന് നീതു ചോദിക്കുന്നവൾക്ക് ദേഷ്യത്തോടെ അഖിലും എഴുന്നേറ്റ് അവളെ വഴക്ക് പറയുമ്പോഴേക്കും അവനെ പിടിച്ചിരുത്തുകയാ അമ്മയും. എന്റെ മോനെ അവർ തല്ലി ചതച്ചിരിക്കുന്നത് കണ്ടോ മഹാപാപികള് എന്ന് പറഞ്ഞമ്മ കരയാൻ തുടങ്ങുകയാ. നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയോ, പോട്ടെ പോട്ടെന്ന് വെക്കുമ്പോ ദേഹത്ത് കൈവയ്ക്കുന്നു അവർ എന്നൊക്കെ അച്ഛൻ പറയേ. ഇപ്പോൾ ഇതെല്ലാം സംസാരിക്കേണ്ട സമയമാണോ? നിങ്ങൾ വണ്ടിയെടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നവർ പറയുകയാ. അവരിങ്ങനെ തല്ലി ചതയ്ക്കാൻ മാത്രം ചേട്ടൻ എന്താ ചെയ്തതെന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. അഖിലും ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവളെ അടിക്കാനായി തുടങ്ങുമ്പോഴേക്കും അച്ഛൻ തടയുകയാ. ചോദിക്കുന്നത് കേട്ടില്ലേ അച്ഛാ, അവര് വന്നെന്നെ തല്ലിയെന്ന് പറഞ്ഞപ്പോ അവരടിക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്തേന്ന് നീതുവും പറയുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാതെ അവർ കൂട്ടായി വന്ന് അടിച്ചെന്ന് പറയുമ്പോൾ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്.
എന്റെ പെങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു. അതിന് അവരെന്നെ ഇങ്ങനെ തല്ലിച്ചതച്ചത്. എന്നിട്ടും ഞാൻ ഇങ്ങനെ അടി വാങ്ങിച്ചതിലല്ല നിനക്ക് പ്രശ്നം. അവരോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് തോർത്താ നിനക്ക് വിഷമം. എന്നെങ്കിൽ പറഞ്ഞു നിർത്തെ അമ്മയും പറയുന്നുണ്ട്, എന്റെ മോനെ അവരെല്ലാരും കൂടി ചേർന്ന് ഇങ്ങനെ തല്ലി ചതച്ചില്ലേ, അതിനുള്ള മറുപടി അവന് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വീടിന് പുറത്തിറങ്ങി ബഹളം വെച്ച് നിലവിളിക്കുകയാണ് നീതുവിന്റെ അമ്മ. അത് കേട്ട് ചില നാട്ടുകാർ ഓടി വന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കേ, എന്റെ മോനെ ആ സുഭാഷും കൂട്ടരും ചേർന്ന് തല്ലി ചതച്ച് കൊല്ലാറാക്കിയിരിക്കുക, വന്ന് നോക്കെന്ന് പറഞ്ഞ് അകത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാ. അവരകത്തേക്ക് കയറി തളർന്നിരിക്കുന്ന അഖിലിനോടായി ആരാ നിന്നെ തല്ലിയതെന്ന് ചോദിക്കുക. ആ ഭാസ്കരന്റെ മക്കളായ സുഭാഷും സുധീഷും കൂട്ടരുമാണെന്ന് നീതുവിന്റെ അമ്മയും പറയുന്നുണ്ട്. അതൊരു റൗഡി കുടുംബമല്ലേ, അവരുമായിട്ട് അഖിലിന് എന്താ പ്രശ്നമെന്ന് ഒരു ചേച്ചിയും ചോദിക്കുക. അത് കേൾക്കെ അവർ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ഒരു ചേട്ടനും പറയുന്നുണ്ട്, ഇങ്ങനെ തല്ലി ചതച്ചവരെ വെറുതെ വിടരുതെന്ന്, നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യും മനുഷ്യ എന്ന്. നീതുവിന്റെ അമ്മ അച്ഛനോടായി പറയേ, വാടാ എഴുന്നേൽക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് അച്ഛനും പറയുന്നുണ്ട്. ഞാൻ അവന്മാരെ വെറുതെ വിടരുത്, എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ പറയുന്നോ എന്ന് നീതുവിന്റെ അമ്മ ചോദിക്കേ, നീ എല്ലടി നേരത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി പറഞ്ഞതെന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, നിങ്ങൾ ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് വിവരം പറ. എന്റെ മോനെ ഇങ്ങനെ തല്ലി ചതച്ചവന്മാരെ സ്റ്റേഷനിലാക്കിയിട്ട് ഞാൻ ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാം, പ്രസിഡന്റിനെ വിളിക്കുന്ന അമ്മ വിളിച്ച് പറയുമ്പോഴേക്കും അച്ഛൻ തന്റെ മൊബൈൽ എടുത്ത് പ്രസിഡന്റിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അപ്പോഴേക്കും അമ്മയും അഖിലിനെ വഴക്ക് പറയാൻ തുടങ്ങിയിരുന്നു. അവന്മാരുടെ കയ്യിൽ നിന്ന് അടിയും വാങ്ങി വന്നിരിക്കുന്നു, തിരിച്ച് 4 കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കേ, അവന്മാർ 4 പേരും ഒരുമിച്ച് ചേർന്ന് വന്ന് അടിക്കുമെന്ന് ഞാൻ കരുതിയോ എന്ന് അഖിലും ചോദിക്കുക. 4 പേരെ അടിക്കാനുള്ള കഴിവൊന്നും നിനക്കില്ലേ എന്ന് അമ്മ അവനെ വഴക്ക് പറയുമ്പോഴേക്കും, ചേച്ചി അവനെ എന്തിനാ വഴക്ക് പറയുന്നേ, അവൻ അടി വാങ്ങിച്ചിട്ട് വന്നതല്ലേ എന്നൊരു സ്ത്രീയും ചോദിക്കുന്നുണ്ട്. പ്രസിഡന്റിനെ വിളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നീതുവിന്റെ അച്ഛൻ പറയേ, അവര് വരട്ടെ എന്നിട്ട് നോക്കാമെന്ന് നീതുവിന്റെ അമ്മയും പറയുകയാ. അപ്പോഴേക്കും വീണ്ടും പ്രസിഡന്റിന്റെ കോൾ വരുന്നുണ്ട് അച്ഛന്. ആ കോൾ അറ്റൻഡ് ചെയ്ത് പ്രസിഡന്റ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും നമ്മളോട് സ്റ്റേഷനിലേക്ക് വരാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും നീതുവിന്റെ അച്ഛൻ പറയുന്നുണ്ട്. അവന്മാരെ പിടിച്ചകത്തിട്ടാലേ ശരിയാവൂ, കുറച്ചു നാളായി സഹിക്കുന്നു എന്ന് നീതുവിന്റെ അമ്മ പറയുന്നത് കേൾക്കേ, അവര് കുറെ നാളായോ ശല്യം തുടങ്ങിയിട്ട്, എന്തിനാ അവര് അഖിലിനെ അടിച്ചെന്ന് അവിടെയുള്ള സ്ത്രീ ചോദിക്കുക. നീതുവിനെ ഒന്ന് നോക്കി അമ്മയും അവരോടായി പറയുന്നുണ്ട്, അവരെല്ലാം നല്ല ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തവരല്ലേ, എന്റെ മോനിപ്പോ പുറം നാട്ടിൽ നിന്ന് വന്നതല്ലേ, അതിന്റെ അസൂയ കൊണ്ടായിരിക്കുമെന്ന്, താൻ അവരെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് അച്ഛനോട് വണ്ടി എടുക്കാനായി പറയുകയാ. എന്താ നടന്നതെന്നറിയാതെ ചാടിക്കയറി ഒരു തീരുമാനമെടുത്ത് പോലീസ് അത് ഇതെന്നൊക്കെ പറയുന്നു എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അമ്മയും പറയുകയാ, നീ കാരണമാടി അഖിലിനെ അവർ തല്ലി ചതച്ചത്, ആരെയും ഞാൻ വെറുതെ വിടില്ല, അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ട് നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അഖിലിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാ അമ്മയും അച്ഛനും. അപ്പോഴേക്കും സുഭാഷും കൂട്ടരും നിധിയെയും കൂട്ടി കിളിക്കൂട്ടിലെത്തിയിരുന്നു. നിധി ഹാളിൽ ചെന്നിരിക്കുമ്പോഴേക്കും സുധീഷൻ ചോദിക്കുന്നുണ്ട്, അന്നവൻ പ്രശ്നമുണ്ടാക്കിയിട്ട് എന്നോട് പറയാതിരുന്നത് എന്താ എന്ന്. നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും സുധീഷ് നികേഷിനോടായി, നീയും അന്ന് കൂടെ ഇല്ലായിരുന്നോ, ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുക. ഞാൻ അപ്പോൾ തന്നെ സുധീഷ് ഏട്ടനോട് പറയണമെന്ന് പറഞ്ഞതാ, നിങ്ങൾ അവരോട് പ്രശ്നമുണ്ടാക്കുമെന്ന് പേടിച്ച് എഴുതി അന്ന് വേണ്ടെന്ന് പറഞ്ഞതെന്ന് നികേഷ് പറയേ. സുഭാഷൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ അവരെ വെറുതെ വിടാൻ പാടുണ്ടോ മോളെ, നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ ആളുണ്ടെന്ന് അവന്മാരും അറിയണ്ടേ, ആദ്യത്തെ തവണ തന്നെ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന്മാരുടെ വായടപ്പിച്ചനെ, അങ്ങനെ ചെയ്യാത്തോണ്ടല്ലേ രണ്ടാമത്തെ തവണയും ഇതുപോലെ അവന്മാർ സംസാരിച്ചത്. ഹരീഷും പറയുന്നുണ്ട്, കൊടുത്തു തന്നെ ധാരാളം, ഇനി ഏടത്തിയുടെ പരിസരത്ത് പോലും അവന്മാർ വരില്ലെന്ന്. ഏട്ടത്തിക്ക് ഇനി എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങളെല്ലാവരും ഇപ്പോൾ പോയി ചോദിച്ചില്ലേ, അപ്പോൾ എൻ്റെ വിഷമം മാറി. എത്ര അഹങ്കാരത്തോടെയാ അവരെന്നെ ഓരോന്ന് പറഞ്ഞ് പരിഹസിച്ചത് എന്നവൾ പറയേ. സുധീഷും പറയുന്നുണ്ട്, അങ്ങനെ അവരെ ഓടിച്ച് വിടാൻ പാടില്ലായിരുന്നു, 4 കൂടി കൊടുക്കേണ്ടതായിരുന്നു. അന്ന് അവരുടെ വീട്ടിലേക്ക് പോയ സമയത്ത് അവരുടെ വീടിന് ഞങ്ങൾ പരിഹസിച്ചു, പക്ഷേ അവിടെയുള്ള ഒരാളെ പറ്റിയും ഞങ്ങൾ ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് ഞങ്ങളോടല്ലേ തീർക്കേണ്ടത്, അല്ലാതെ നിധിയുടെ അടുത്ത് വന്നാണോ പ്രശ്നമുണ്ടാക്കേണ്ടത്. നിധിയോട് ചെയ്തതിന് അവനെ കൊല്ലേണ്ടതായിരുന്നു, തൽക്കാലം അവൻ രക്ഷപ്പെട്ടു എന്ന് സുധീഷ് പറഞ്ഞു നിർത്തേ. ഹരീഷും നിധിയുടെ അരികിലേക്ക് ചെന്ന് കൈകൂപ്പിക്കൊണ്ട് പറയുകയാ, ഏടത്തി എന്നോട് ക്ഷമിക്കണമെന്ന്. എന്തിനാ ഹരീഷ് ഇതെന്ന് നിധി ചോദിക്കേ. ഞാൻ കാരണമല്ലേ ഏടത്തി അവന്മാർ ഏട്ടത്തിയെ പരിഹസിച്ചത്, അതിനുവേണ്ടി ക്ഷമ ചോദിക്കുക. ഞാൻ നീതുവുമായി സംസാരിച്ചതുകൊണ്ടല്ലേ അവളുടെ ചേട്ടൻ ഇങ്ങനെയെല്ലാം ചെയ്തത്, എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ തന്നെയാണെന്ന് ഹരീഷും സങ്കടത്തോടെ പറയുന്നുണ്ട്. സുഭാഷും ചോദിക്കുന്നുണ്ട്, ഹരീഷേ നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ,
നീ നീതുവിനോട് സംസാരിക്കുന്നുവെന്ന് കരുതി അവൻ ഇങ്ങനെ നിധിയെ അപമാനിക്കാൻ പാടുണ്ടോ? ഒരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണമെന്നും സംസാരിക്കണമെന്നും അവനും അറിയണ്ടേ? ഇങ്ങനെ തരം താഴ്ന്ന രീതിയിൽ അവൻ സംസാരിക്കുന്നതിന് കാരണക്കാർ അവന്റെ വീട്ടുകാർ തന്നെയാ. വളർത്തു ദോഷം. അതിന് നീ എന്ത് ചെയ്യാനാ ഹരീഷെ? സുധീഷും പറയുന്നുണ്ട്, ഇത്ര മോശപ്പെട്ട ഒരു കുടുംബത്തിലെ പെണ്ണിനെയാണോടാ നീ പ്രേമിക്കുന്നത്? നീതുവിന്റെ സ്വഭാവവും അവളുടെ ചേട്ടനെ പോലെ തന്നെയാണോ? അവളെ കല്യാണം കഴിക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം? അതിനി അവർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയാം. ഈ വീട്ടിലേക്കല്ലേ അവൾ വരേണ്ടത്? ഇതൊരു വീടാണോന്നാ അവർ ചോദിക്കുന്നത്. സുഭാഷേട്ടനും നിധിയോടായി പറയുക, മോളെ നീ ഇതോർത്തൊന്നും വിഷമിക്കണ്ട, ഞങ്ങൾ കാരണം നടക്കാൻ പാടില്ലാത്ത പലതും നടക്കുന്നു എന്ന് സുഭാഷേട്ടൻ വിഷമത്തോടെ പറയേ. അങ്ങനെയൊന്നും ഇല്ല സുഭാഷേട്ട എന്ന് നിധിയും. മോളാകെ ടയർഡായിരിക്കണല്ലോ, പോയി റെസ്റ്റ് എടുക്കുന്ന സുഭാഷേട്ടൻ പറയുന്നുണ്ടെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല സുഭാഷേട്ട. എന്നെ അവർ പരിഹസിച്ച് ചിരിച്ചപ്പോൾ അവർക്കിട്ട് 4 എണ്ണം പൊട്ടിക്കണമെന്ന് തോന്നി. അത് നിങ്ങളെല്ലാവരും കൂടി ചെയ്തു. ഇപ്പോൾ എനിക്ക് സമാധാനമായി. ഇനി ഒരു പെണ്ണിനെയും പബ്ലിക്കായി അവരെങ്ങനെ അപമാനിക്കാൻ പാടില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയതുകൊണ്ട് അവർക്കിപ്പോൾ ആ ഭയമുണ്ടാവും. അത് മതി എനിക്കെന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും അഖിലിനെയും കൂട്ടി നീതുവിന്റെ അച്ഛനും അമ്മയും കിളിക്കൂട്ടിലേക്ക് എത്തുകയാണ്. കൂടെ പഞ്ചായത്ത് പ്രസിഡന്റുമുണ്ട്. എടാ സുഭാഷേ, ഇറങ്ങി വാടാ എന്ന് നീതുവിന്റെ അച്ഛൻ വിളിക്കുമ്പോഴേക്കും സുഭാഷും കൂട്ടരും അങ്ങോട്ട് ഇറങ്ങി ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് നമസ്കാരം പറയുകയാ. പഞ്ചായത്ത് പ്രസിഡന്റും ദേഷ്യത്തോടെ, നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു പയ്യനെ 4 പേർ ചേർന്ന് തല്ലി ചതച്ചിരിക്കുന്നു. ഇതിനൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലെന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഭാസ്കരനും തന്റെ സൈക്കിളിൽ അങ്ങോട്ടെത്തുകയാ. അത് കേട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതും കേട്ടിങ്ങ് വന്നോളൂ. വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് ഈ നാട്ടിലെന്ന്. അത് കേൾക്കെ പ്രസിഡന്റും, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇയാളല്ല തീരുമാനിക്കേണ്ടത്. ഇവരെന്നോട് വന്ന് പരാതി പറഞ്ഞു. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വവും എനിക്കുണ്ടെന്ന്. ഇതെല്ലാം കണ്ട് ഒരു പ്രസിഡന്റിനോട് പോലും മര്യാദയ്ക്ക് സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. കണ്ടില്ലേ, ഞങ്ങൾ ഇങ്ങോട്ട് ചുമ്മാ വന്നതല്ല. നിങ്ങൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. നിങ്ങളെ കൊണ്ടുപോവാൻ ഇപ്പോഴിങ്ങോട്ട് പോലീസ് എത്തും. എന്റെ മോന്റെ ദേഹത്ത് കൈവച്ചതിനുള്ളത് നിങ്ങൾക്ക് കിട്ടും. അത് കേട്ട് ഭാസ്കരനും ചോദിക്കുക, നിന്റെ മോനാരാ? ഗവർണറോ? അത് കേൾക്ക് നീതുവിന്റെ അമ്മയും പറയുന്നുണ്ട്, എന്റെ മോളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഇവനെ അവളുടെ ചേട്ടൻ ചോദിക്കാൻ ചെന്നപ്പോ തല്ലി ചതച്ചിരിക്കുന്നു. ഒരു മനുഷ്യനെ അടിക്കുന്ന പോലെയാണോ ഇവനെ അടിച്ചിരിക്കുന്നത്? ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ലെന്ന് നീതുവിന്റെ അമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് സുധീഷും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മോൻ ഒരു തെറ്റും ചെയ്യാത്ത പോലെയാണല്ലോ പറയുന്നത്. അവൻ എന്റെ ഭാര്യ നിധിയെ ശല്യം ചെയ്ത് അവളെ പരിഹസിച്ച് അപമാനിച്ചു. അത് കണ്ട് ഞങ്ങൾ മിണ്ടാതെ നിൽക്കണമെന്നാണോ? ഇപ്പൊ അവന് ജീവനെങ്കിലും ഉണ്ടെന്നോർത്ത് സമാധാനിക്ക്. അവൻ ചെയ്ത തെറ്റിന് പോലീസ് വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുന്നു. ഭാസ്കരനും 1ഉം 2ഉം പറഞ്ഞ് അവരോട് വഴക്കിടുമ്പോഴേക്കും അവരും ദേഷ്യത്തോടെ ഓരോന്ന് പറഞ്ഞ് തമ്മിൽ വഴക്കിടുകയാ. അപ്പോഴേക്കും പോലീസ് ജീപ്പ് അങ്ങോട്ടെത്തുകയാ. അത് കണ്ട് നിധിയും പരിഭ്രമത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങുമ്പോഴേക്കും നികേഷും അതെല്ലാം അവര് സംസാരിച്ചു തീർക്കട്ടെ, ഏടത്തി ഇവിടെ നിൽക്കെന്ന് പറഞ്ഞ് അവളെ തടയുന്നുണ്ട്. പോലീസും അങ്ങോട്ട് വന്ന് എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കേ പ്രസിഡന്റ് പറയുന്നുണ്ട്, ഇതൊരു റൗഡി കുടുംബമാ. ഇവർ 4 പേരും ചേർന്ന് ഈ പയ്യനെ തല്ലി ചതച്ചു. പിടിച്ചകത്തിട്ടാലേ ഇവന്മാർക്കൊക്കെ ബുദ്ധി വരൂ എന്ന് പറയേ നീതുവിന്റെ അമ്മയും പറയുന്നുണ്ട്. അതെ സാറേ, പിടിച്ചകത്തിടണം, അത് ചെയ്യാം ആദ്യമെന്ന്. പോലീസും സുഭാഷിനോടും കൂട്ടരോടുമായി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ എന്താ പ്രശ്നം? എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമാണല്ലോ. എന്തിനാ നിങ്ങൾ ഈ പയ്യനെ തല്ലി ചതച്ചതെന്ന്? എല്ലാം കേട്ട് നിധി പുറത്തിറങ്ങാനായി തുടങ്ങുമ്പോഴേക്കും നികേഷ് വീണ്ടും തടയുന്നുണ്ട്. ആവശ്യമില്ലാതെ അതിലൊന്നും ഇടപെടണ്ട, ഇവിടെ നിൽക്കുന്ന. നീതുവിന്റെ അമ്മയും ചോദിക്കുക, സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ മോനെ ഇവരെല്ലാം കൂടി തല്ലി ചതച്ച് കണ്ടില്ലേ? നോക്ക് സാറേ എന്ന് പറഞ്ഞ് അവന്റെ ഷർട്ട് അഴിച്ച് കാണിച്ചു കൊടുക്കുക. ഇവരെല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടണം സാർ എന്നവർ പറയേ, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പോലീസും അവരോടായി പറയുന്നുണ്ട്. അവിടെ നീതു ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹരീഷിനെ കാണാൻ ഞാൻ ചന്തുവിനോടായി, ഹരീഷ് ഇതുവരെ വന്നില്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നീതു ഒന്നും അറിഞ്ഞില്ലേ? വലിയ പ്രശ്നം ഉണ്ടായല്ലോ എന്ന് ചന്തുവും ചോദിക്കുക. ഞാൻ ഹരീഷിനെ ഫോണിൽ വിളിച്ചു, അവൻ കോൾ എടുക്കുന്നില്ല എന്നവൾ പറയേ, നീതുവിന്റെ കയ്യിൽ ഫോൺ ഇല്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ വിളിച്ചെന്ന് ചന്തുവും ചോദിക്കുന്നുണ്ട്. വീട്ടിലുള്ളവരെല്ലാം സ്റ്റേഷനിലേക്കെന്നോ ഹോസ്പിറ്റലിലേക്കെന്നോ ഒക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയി. അമ്മ ഫോൺ അവിടെ വെച്ചിട്ടാ പോയത്. അതിന്ന് ഞാൻ ഹരീഷിനെ വിളിച്ചു നോക്കി, പക്ഷെ എടുക്കുന്നേ ഇല്ല. കവലയിൽ വെച്ച് എന്തോ പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞ് വീട്ടിൽ വലിയ വഴക്കായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? ഹരീഷും ചേട്ടന്മാരും ചേർന്ന് ചേട്ടനെ അടിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് വലിയ വഴക്കുണ്ടാക്കി. എന്തിനാ അവരെന്റെ ചേട്ടനെ അടിച്ചത്? അത് കേട്ട് ചന്തുവും ചോദിക്കുന്നുണ്ട്, നീതൊന്നും അറിഞ്ഞില്ലേ? അതോ അറിയാത്തതുപോലെ സംസാരിക്കുന്നതോ? ഞാനൊന്നും അറിഞ്ഞില്ല ബ്രോ. ചേട്ടൻ എവിടുന്നോ അടിയും വാങ്ങിച്ച് ദേഹമാകെ മുറിവുകളുമായി വീട്ടിലേക്ക് വന്നു. ചോദിച്ചപ്പോ ഹരീഷും ചേട്ടന്മാരും ചേർന്ന് അടിച്ചതാണെന്ന് പറയുന്നു. അതുകൾക്ക് ദേഷ്യത്തോടെ അച്ഛനും അമ്മയും പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ വിളിച്ച് ചേട്ടനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല ബ്രോ, അവരെന്തിനെ എന്റെ ചേട്ടനെ അടിക്കണം? അത് കേട്ട് ചന്തുവും പറയുന്നുണ്ട്, അങ്ങോട്ട് ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിന്റെ ചേട്ടൻ തന്നെയാ. ഹരീഷേട്ടൻ അങ്ങനെ ചുമ്മാതെ ഒരാളെയും അടിക്കില്ല.
നിന്റെ ചേട്ടൻ ചെയ്ത വേല അത്തരത്തിലൊന്നോ എന്നവൻ പറയുന്നത് കേൾക്കെ അപ്പോൾ എന്റെ ചേട്ടനെ അടിച്ചത് ഹരീഷ് തന്നെയാണല്ലേ എന്ന് നീതുവും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. നിന്റെ ചേട്ടൻ ഹരീഷിന്റെ ഇടത്തിയെ കവലയിൽ വെച്ച് പരിഹസിച്ച് അപമാനിച്ചു. ബസ് സ്റ്റോപ്പിൽ ധാരാളം പേരുണ്ടായിരുന്നു. അവിടെ വെച്ച് 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിലെ പെണ്ണിനെ അഞ്ജലി എന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് അവർ പരിഹസിച്ച് അപമാനിച്ചു. അത് കേട്ടപ്പോ അവർക്ക് ദേഷ്യം വന്നു. അതുകൊണ്ട് അവരവന് കണക്കിന് കൊടുത്തു. നിന്റെ ചേട്ടൻ തെറ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയിരിക്കുന്നു. ശരിക്കും കംപ്ലൈന്റ് കൊടുക്കാൻ പോവേണ്ടത് സുധീഷ് ചേട്ടന്റെ വൈഫാ. അവരെങ്ങാനും കംപ്ലൈന്റ് കൊടുത്തിരുന്നെങ്കിൽ നിന്റെ ചേട്ടൻ ഇപ്പോ സ്റ്റേഷനിൽ കിടന്നേനെ. പാവം, നിന്റെ ചേട്ടൻ അങ്ങനെ പരസ്യമായി അപമാനിച്ചപ്പോ അവരെത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും എന്നവൻ ചോദിക്കേ, എന്റെ ചേട്ടൻ എന്താ ഇങ്ങനെയായത്? എന്റെ സമാധാനം ഒഴിവാക്കാനാ ജോലിയും കളഞ്ഞ് ഇങ്ങോട്ട് വന്നത്. ചന്തു, ഹരീഷിനെ ഒന്ന് വിളിച്ചു നോക്കാമോ? അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാലോ എന്ന് നീതു പറയുന്നുണ്ട്. ഇപ്പൊ ഹരീഷേട്ടനെ വിളിക്കാൻ പറ്റില്ല. കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചു നോക്കി, അപ്പോഴും കോൾ എടുത്തില്ല. ഇപ്പൊ നല്ല ദേഷ്യത്തിലായിരിക്കും. അപ്പോ വിളിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ നീതുവൊന്നും അല്ലല്ലോ ഒരു മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കാതെ വിളിച്ചുകൊണ്ടിരിക്കാൻ എന്ന് ചന്തു പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ, വിളിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, ചുമ്മാ എന്നെ പഴി പറയുന്നു, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നീതു അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. അവിടെ സുധീഷും പോലീസിനോടായി പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ തെറ്റൊന്നുമില്ല സാറേ, എന്റെ വൈഫിനെ അവൻ പരസ്യമായി പരിഹസിച്ച് അപമാനിച്ചു. അതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ അടിച്ചതെന്ന്. അത് കേൾക്കെ നീതുവിന്റെ അമ്മയും പറയുന്നുണ്ട്, അതൊന്നുമല്ല സാർ, ഈ നിൽക്കുന്ന മെക്കാനിക്കില്ലേ, ഇവൻ എന്റെ മോളുടെ പുറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അത് ചോദിക്കാൻ ചെന്ന എന്റെ മോനെ ഇവരെല്ലാവരും കൂടി തല്ലി ചതച്ചത് കണ്ടില്ലേ സാർ എന്ന് നീതുവിന്റെ അമ്മ പറയുമ്പോഴേക്കും ആൾക്കൂട്ടവും ബഹളവും എല്ലാം കണ്ട് ഗംഗാധരനും ലളിതയും അങ്ങോട്ട് വരുന്നുണ്ട്. അത് കേട്ട് നിധിയും, എടാ നികേഷേ, ഇല്ലാത്തത് പറയുന്നത് കേട്ടില്ലേ, ഞാൻ പോയി സത്യം പറയട്ടെ എന്ന് പറഞ്ഞ് നിധി വീണ്ടും പോവാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഏട്ടതി വേണ്ട, അവര് നോക്കിക്കോളുമെന്ന് നികേഷ് പറയുകയാ. അവിടുത്തെ ബഹളമെല്ലാം കേട്ട് നാട്ടുകാരും കൂടി തുടങ്ങിയിരുന്നു. നീതുവിന്റെ അമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇങ്ങനെയൊരു റൗഡി എന്റെ മോളുടെ പിന്നാലെ നടക്കുമ്പോ എന്റെ മോന് ദേഷ്യം വരില്ലേ, വെറുതെ അനാവശ്യം വിളിച്ചു പറയില്ലേന്ന് ഭാസ്കരനും പറയുകയാ. അങ്ങോട്ട് വന്ന ഗംഗാധരനും പറയുകയാ, നിങ്ങളെ പറ്റി നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ഇയാളുണ്ടല്ലോ ഇയാളെന്റെ കൂടെ പിറന്ന അനിയനാ. അത് കേട്ട് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്, അനിയൻ? ഞാൻ പറഞ്ഞോ നിങ്ങളെന്റെ ചേട്ടനാണെന്ന്. അത് കേട്ട് ദേഷ്യത്തോടെ ഗംഗാധരനും, നിന്നെ പറ്റിയും നിന്റെ കുടുംബത്തെ പറ്റിയും ഈ സാറിന് പറഞ്ഞു കൊടുക്കണ്ടേ? നോക്ക് സാറേ, ഇവനും ഇവന്റെ കുടുംബവും ഈ നാട്ടിലുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. ഇവന്റെ ഈ റൗഡികളായ മക്കളുണ്ടല്ലോ, മുന്നും പിന്നും നോക്കാതെ തല്ലും വഴക്കുമായി നടക്കുന്നവരാ. അന്ന് എന്നെ ഇവൻ തല്ലിയെന്ന് പറഞ്ഞ് ഞാൻ സാറിന്റെ അടുത്ത് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യവുമില്ലാതെ ഇവർ ഒരുപാട് പേരെ തല്ലി ചതയ്ക്കാറുണ്ട്. ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താൽ അവരെയും ഇവർ തല്ലി ചതയ്ക്കും. ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കിയാലേ ഞങ്ങൾ നാട്ടുകാർക്ക് എല്ലാവർക്കും സമാധാനം കിട്ടും എന്ന് പറഞ്ഞ് നിർത്തുമ്പോഴേക്കും കൂടി നിൽക്കുന്നവരിൽ ഒരാളും വിളിച്ചു പറയുന്നുണ്ട്, ഇയാളുടെ ഭാര്യയെ കൊന്ന് ജയിലിൽ പോയതാണെന്ന്. അതുകൾക്ക് ലളിതയും, കേട്ടില്ലേ സാറേ, ഈ നാട്ടുകാരിൽ ആരോട് ചോദിച്ചാലും ഇവരെ കുറിച്ച് ഓരോ കംപ്ലൈന്റ് പറയാനുണ്ടാവും. ഈ റൗഡികളെ എല്ലാം പിടിച്ചകത്തിടണം സാറേ എന്ന്. ഇതെല്ലാം കേട്ട് സഹിക്കാനാവാതെ നിധിയും മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയാ. എല്ലാവരും അകത്തിടാൻ പറ എന്ന് നാട്ടുകാരോടായി ഗംഗാധരൻ പറയുമ്പോഴേക്കും നാട്ടുകാരെല്ലാവരും ഗംഗാധരനെ സപ്പോർട്ട് ചെയ്യുകയാണ്. നിധി അങ്ങോട്ട് വന്നത് കണ്ട്, എന്തിനാ മോളെ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്, അകത്തേക്ക് പോയെന്ന് സുഭാഷേട്ടൻ വഴക്ക് പറയുന്നുണ്ട്. ഞാൻ കാരണമുണ്ടായ പ്രശ്നമല്ലേ, ഞാൻ സംസാരിച്ചു തീർത്തോളാം എന്ന് പറഞ്ഞവൾ സാറിനോടായി, സാർ ഞാൻ സുധീഷിന്റെ വൈഫാ, എന്താ നടന്നതെന്ന് ഞാൻ പറയാം. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇവനും ഇവന്റെ ഫ്രണ്ട്സും ഓരോന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ച് എന്നെ അപമാനിച്ചു. മുൻപും ഇതുപോലെ ഇവനും ഇവന്റെ ഫ്രണ്ട്സും എന്നെ പരിഹസിച്ചിട്ടുണ്ട്. വെറുതെ പ്രശ്നമുണ്ടാക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആരെയും ഇത് അറിയിച്ചില്ല. പക്ഷേ ഇന്നിവനെ വെറുതെ വിടാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ വീട്ടിലേക്ക് വന്ന് ഹസ്ബൻഡിനോടും ചേട്ടന്മാരോടും ഈ കാര്യം പറഞ്ഞു. ഈ വീട്ടിൽ എന്റെ ഹസ്ബൻഡും ചേട്ടനും അനിയന്മാരുമാണുള്ളത്. ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇവർ എന്നെ പരിഹസിച്ച് അപമാനിച്ചത്. ഇക്കാര്യം അറിഞ്ഞപ്പോൾ ഇവരെല്ലാം അങ്ങോട്ട് ചെന്ന് അവനെ തല്ലി ചതച്ചു. ഒരു പെണ്ണിനെ ഇങ്ങനെ പരസ്യമായി അപമാനിച്ചാൽ അവളുടെ വീട്ടിലുള്ളവർക്ക് ദേഷ്യം വരില്ലേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഉറപ്പായും വരും എന്ന നീതുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു കേൾക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് നോക്കുമ്പോഴേക്കും അങ്ങോട്ട് നടന്നു വരുന്ന നീതുവിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.